ധനു ചിരിക്കണ എങ്ങനെ? ഓക്കെ, കരയുന്ന എങ്ങനെയാ? മതി 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 മതി. ഇന്നത്തെ ദിവസം ഇതാണ് നിന്റെ അമ്മ. ഇത് കണ്ടോ? അല്ല ഇത് എന്ത് കഴിക്കണേ? പഞ്ചത്തേര കഴിക്ക. ധനുവിന് ഷൂട്ട് കഴിഞ്ഞൂന്ന്. വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയണ വീഡിയോയുടെ താരം എന്ന് പറയണ നമ്മുടെ ധനുവാണ്. ധനു ഹായ് പറയേ. ഹായ്. ഇന്നത്തെ വീഡിയോയിലെ താരം എന്ന് പറയണത് ആരാ? ധനു. അതിന് കാര്യം എന്താണെന്നറിയോ? ധനു ഇന്ന് അഭിനയിക്കാൻ പോവാണ് അല്ലേ ധനുമാ? യെസ്. 36 ദിവസം പ്രായമുള്ള സമയത്ത് അവളുടെ അച്ഛൻ്റെ കൂടെ മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അഭിനയിക്കുക എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവളിങ്ങനെ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ആൾക്കാരുടെ കൈ കൊടുക്കുക, പിന്നെ ക്യാമറയൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് അവരിങ്ങനെ ഇങ്ങനെയൊക്കെ സൗണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ക്യാമറയിലൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 10 മാസമുള്ള സമയത്ത് ആരോഗ്യ മാസികയിലെ കവർ പിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നിറയെ എൻക്വയറീസ് ഒക്കെ വന്നു. ഇപ്പം ദേ ഒരു ഷോർട്ട് ഫിലിമിൽ അവൾ അഭിനയിക്കാനായിട്ട് പോവാണ്. ആ ഷോർട്ട് ഫിലിമിൽ ശരിക്കും ഞാനും ഏട്ടനും ഉണ്ട്, പിന്നെ ഈ ധനുമയും ഉണ്ട്. ധനു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ചയായിട്ട് അതിനുള്ള ട്രെയിനിങ്ങിലായിരുന്നു. ധനു ധനു അമ്മ 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 കാണിച്ചതാ. ധനു കരയണം എങ്ങനെ? ധനുമാ കരയണം എങ്ങനെ? എങ്ങനെയായിരുന്നു കരയുന്നത്? ഓക്കെ, ഏമ്പക്കം വിടുന്നത് എങ്ങനെ? ഏമ്പക്കം വിടുന്നത് എങ്ങനെയാ? എങ്ങനെ ഏമ്പക്കം വിടുന്നത് എങ്ങനെ? ചിരിക്കണ എങ്ങനെ? ഓക്കെ, കരയുന്ന എങ്ങനെയാ? മതി 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 മതി. ഇത്രയും കാര്യങ്ങളാണ് ഇവള് ചെയ്യാനായിട്ടുള്ളത്. അവർ കാസ്റ്റ് ചെയ്യാനായിട്ട് റീസൺ എന്ന് പറയണേ, നമ്മള് നവരസത്തിന്റെ ഇവളുടെ വീഡിയോ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവളെ കാസ്റ്റ് ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ അതേ സമയം ഇപ്പം രാവിലെ ഒരു 5:30 മണി ആയിട്ടുണ്ട്. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഏടൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ധനുവിനെ റെഡിയാക്കാനുണ്ട്. പിന്നെ ധനുവിനെ കംപ്ലീറ്റ് ആയിട്ട് ടേക്ക് കെയർ ചെയ്യാനായിട്ട് അമ്മ വന്നിട്ട്, മുമ്പ് എൻ്റെ കൂടെയായിരുന്നു അമ്മ വന്നിടുന്നത്. ഇപ്പോൾ ധനുവിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടാണ് അമ്മ വരുന്നത്. അപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി അവിടെ നിന്ന് ലൊക്കേഷനിലുള്ള ഫുഡ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതല്ലാണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കിപ്പം ചിലപ്പോൾ ഔട്ട്ഡോർ ഷൂട്ട് ഉണ്ടാകും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഡോർ തന്നെയാണെങ്കിലും നമുക്ക് ചിലപ്പം സൗകര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ബ്രസ്റ്റ് ഫീഡ് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ സമയങ്ങളിൽ മാത്രം ഇവൾക്ക് ഫോർമുല മിൽക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഇൻഗ്രീഡിയൻസും പിന്നെ ഗ്രോത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ബ്രാൻഡ് ഏതാന്ന് ഞാൻ ഇങ്ങനെ കുറേ നാളുകൊണ്ട് അന്വേഷിച്ചു. അങ്ങനെ ഞങ്ങൾ എത്തിയത് ആക്ച്വലി അപ്റ്റമിൻ്റെ ഗോൾഡിലാണ്. സ്റ്റേജ് 3 ആണ് ഇപ്പോൾ അവൾക്ക് കൊടുക്കുന്നത്. ആക്ച്വലി ഞങ്ങളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്ന് പുറത്ത് പോകുമ്പോഴും അവൾക്ക് ഞങ്ങൾ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് ചൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ വരാൻ പാടില്ല. പിന്നെ അതേപോലെ നമ്മുടെ കുഞ്ഞിനെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യണം, അത് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ, ഇൻഫെക്ഷൻസ് ഒന്നും വരാണ്ട് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്റ്റമൽ മിൽക്കിൻ്റെ ഗോൾഡ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചൂസ് ചെയ്യാൻ കാരണം. നിങ്ങൾക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്കിനെ എന്താ പറയുക ബീറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നിനും പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ ചില സിറ്റുവേഷനുകളിൽ ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് അമ്മമാർക്ക് ഉണ്ടാകും. അവർക്കൊക്കെ ഞാൻ വളരെ ഗ്യാരണ്ടിയോട് കൂടി തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് ഈ അപ്റ്റമൽ മിൽക്കിൻ്റെ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ധനുമ, അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് കയ്യിലാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം അവിടെ എത്തിയതിന് ശേഷം ഒന്നെടുത്ത് അവൾ ചോദിക്കുന്ന സമയങ്ങളിലൊക്കെ അവൾക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവളാണെങ്കിൽ ഭയങ്കര പാലെന്ന് പറയുന്നത് അവൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആവാം തരും. ഓക്കെ നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും റെഡി ആവാം കേട്ടോ. വരും. ഇന്നത്തെ ദിവസം ഇതാണ് നിന്റെ അമ്മ.
ഇത് കണ്ടോ? അല്ല ഇത് ഇതാ അമ്മ. ഇതാ അമ്മ. ഇതാണോ അമ്മ? അമ്മേന്ന് പറഞ്ഞ വരില്ല. ആര് പറഞ്ഞു? ഇതാ അമ്മ തനു അഭിനയിക്കില്ല. എങ്ങനെയാ തനു അഭിനയിക്കില്ല? ഇങ്ങനെ കരച്ചിൽ എങ്ങനെ കാണിച്ചു കൊടുത്തേ? കരച്ചില് കാണിച്ചേ. ഓക്കെ ഓക്കെ. ഇനി ഏമ്പക്കം വിടുന്നത് എങ്ങനെ? ഏമ്പക്കം. ആ ഓക്കെ. ഇനി ചിരിക്കണം എങ്ങനെ? ഓക്കെ, ഇത്രയും ചെയ്യണം കേട്ടോ. ഓക്കെ വരോ? ആ ചെല്, ഓട് ചെല്. അമ്മ എവിടെ? തനു അമ്മ. ഭദ്ര അമ്മ. എങ്ങനെ? കാച്ചിന് പാല് തരാ. അതാ മാറ്റിത്തരാം. പറ കാച്ചിന് പാല്. എങ്ങനെ? ആ ആ ആ ആ പോവേണ്ട. സുഹറ മേക്കപ്പിലാണ് ഇതുവരെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമായിരുന്നു അല്ലേ ഏട്ടാ നമുക്ക്. അങ്ങനെ ഷോർട്ട് ഫിലിമിലൂടെയെങ്കിലും നമ്മൾ ഭാര്യ ഭർത്താവായിട്ട് അഭിനയിക്കാൻ പോവാണ്. ആളെ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സുർജിത് സാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സാറാണ് ഇതിൽ ഹൈദർ മാമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത്. ഇത് സൂര്യയുടെ അമ്മ ഖദീജ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നു. ഇത് സൂര്യയുടെ ചേച്ചിയുടെ മോള് പാത്തു. അപ്പുറത്ത് ജമീർ ഉണ്ട്. സൂര്യയുടെ ആ നമ്മുടെ 2 മക്കൾ. ധനു പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ മോളാ. ധനു അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ മോളായിട്ട് വയറുവേദനയായിട്ട് വരുന്ന കുട്ടിയാണ്. കമ്പനി ആയി ചേച്ചിയായിട്ട്. ധ്വനി പ്ലസ് ധ്വനി, 2 ധ്വനി. അവിടെ ഒന്നും തൊടല്ലേ. എന്ത് മൈക്ക് വേണോ? എടുക്കല്ലേ. ധനുനോ. അഭിനയിച്ച് തളർന്ന് നമ്മുടെ മെയിൻ ആർട്ടിസ്റ്റ് ചാച്ചി ഉറങ്ങുകയാണ്. ഇനി കുറച്ച് നേരം റെസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത കണ്ടിന്യൂറ്റി എടുക്കാൻ പോകുന്നത്. ഇതാ നമ്മുടെ സുഹറ. ഉറക്കം വന്നിട്ട് അവളെ കരഞ്ഞു. പക്ഷെ സീനിന് ആ കരച്ചിൽ ആവശ്യമായിരുന്നു. പക്ഷെ അവൾ കരഞ്ഞു പോയി. ഉറക്കത്തിൽ പാവ എങ്ങനെയുണ്ടോ.
വേണ്ട തുഞ്ചേ. കഴിഞ്ഞു. അങ്ങനെ കോസ്റ്റ്യൂം റെഡി ആയിരിക്കുകയാണ്. സുഹറ എന്റെ ഭാര്യയായിട്ട് ഓൺ സ്ക്രീനിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം അങ്ങനെ നമ്മുടെ മൃദുല വിജയ്ക്ക് ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ വാവ് മാത്രം അപ്പുറത്തുള്ള ചേച്ചിയുടെ വാവയായിപ്പോയി. ഭദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കുഞ്ഞു വാവയാണ്. അപ്പൊ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? ധനു ആ എന്ത് കഴിക്കണേ? പഞ്ചത്തേര കഴിക്ക. ധനുവിന് ഷൂട്ട് കഴിഞ്ഞു. ധനുമാ അയ്യോ അതെടുക്കില്ലേ. അങ്ങനെ ധനുമയുടെ ഷൂട്ട് വിജയകരമായി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ധനുമയുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം അഭിനയം സക്സസ്ഫുള്ളി ആള് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്രശ്നമില്ല, അവള് മാനേജ് ചെയ്തു. അല്ലേ? നമ്മൾ ഇപ്പോഴേ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ധനുവിനെ അല്ലേ ഏട്ടാ? 32-ാം വയസ്സില് സീരിയലില്, പിന്നെ അത് കഴിഞ്ഞ് 10-ാം വയസ്സില് മറ്റേ 32-ാം വയസ്സില് 32-ാം ദിവസത്തില് സീരിയലില്, പിന്നെ 10-ാം മാസത്തില് ആരോഗ്യ മാസികയില് കവർ പിക്ക്, പിന്നെ അത് കഴിഞ്ഞ് ഇതേ ഇപ്പം 2 വയസ്സാവാൻ പോകുന്നതേ ഉള്ളൂ അപ്പോഴേക്കൊരു ഷോർട്ട് ഫിലിം. കാണണം എന്റെ പൊന്ന് ധനുമാ. അതെ, ഈ ഷോർട്ട് ഫിലിം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും മറക്കാതെ പോയി ഷോർട്ട് ഫിലിം കാണണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ധനുമയുടെ അഭിനയത്തിനെ കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് പറയണം. കാണണേന്നറിയാ ഷോർട്ട് ഫിലിം. ഓക്കേ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.